ഇവിടെ ശ്രീ കെ ജെ ജേക്കബ്, ജസ്റ്റിസ് ജെ ബി പർദവാലയുടെയും അതുപോലെ തന്നെ ആർ മഹാദേവിൻ്റെയും ഈ ജഡ്ജ്മെൻറ്റ് ഞാൻ വിചാരിക്കുന്നു താങ്കൾ അതിലെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവാനിടയുണ്ട്. അത് വളരെ പ്രധാനവും പ്രസക്തവുമല്ലേ? കാരണം ഇങ്ങനൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് സംസ്ഥാനങ്ങൾ പോകുന്നു. സംസ്ഥാനങ്ങളെ ഗവർണർമാർ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കുക, നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ തമിഴ്നാട്ടിലാണെങ്കിൽ 5 വർഷം 2020 മുതൽ തടഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് കെ വേണുഗോപാൽ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചത് 3 വർഷമായിരിക്കുന്നു. അങ്ങനെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ ഈ വിധത്തിലേക്ക് വളരെ ഗൗരവമുള്ള പ്രശ്നം അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ തമിഴ്നാടിൻ്റെ ഹർജിയിൽ ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതേക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, കേരളം അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളും കേരളത്തിൻ്റെ ഹർജി അടക്കം ഈ പറഞ്ഞ പർദിവാലയുടെയും ആർ മഹാദേവിൻ്റെയും ബെഞ്ചിലേക്ക് വിടണമെന്നും കേരളത്തിന് കൂടി ബാധകമാകുന്ന വിധിയാണ് വന്നിട്ടുള്ളതെന്ന് അടക്കം കേരളം ഇന്ന് വളരെ ശക്തമായി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന്, ഇഫ് ഇറ്റ്സ് കവേർഡ് ബൈ ദ ജഡ്ജ്മെൻറ്റ് ഇറ്റ് വിൽ ബി കവേർഡ് ബൈ ദ ജഡ്ജ്മെൻറ്റ്, അതുകൊണ്ട് തന്നെ അധികം വൈകാതെ മെയ് മാസം 13 അടുത്ത മാസം തന്നെ ഇത് കേൾക്കാം എന്ന് കേരളം നിരന്തരം പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഗൗരവത്തെ, അതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സിനെ താങ്കൾ ഏറ്റവും സൂക്ഷ്മതയോടെ ഗൗരവത്തോടെ കാണുന്നത് ഏതൊക്കെയാണ്? മാത്രമല്ല, ഗവർണർ ഇങ്ങനെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെച്ചാൽ അതിൻ്റെ ടൈം ഫ്രെയിമിനെ സംബന്ധിച്ചുമൊക്കെ കാര്യമായി പറയുന്നില്ലേ ഇതിനകത്ത്? അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തമിഴ്നാട്ടിലെ ഗവർണർ മാത്രം നിയമിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള വിധിയല്ല. ഇത് എല്ലാ ഗവർണർമാർക്കും. അതിനകത്ത് നമ്മുടെ ഭരണഘടനയുടെ 200-ാം ആർട്ടിക്കിൾ പ്രകാരം ഗവർണർമാർക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ബില്ലിന് ഒപ്പിടുക, 2 തടഞ്ഞു വെക്കുക, 3 പ്രസിഡന്റിനെ അയക്കുക. പ്രസിഡന്റ് അയക്കുക എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പ്രസിഡന്റിനെ അയക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഇൻട്രസ്റ്റ് അത്തരം കാര്യങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ ബില്ലുകളും ഒന്നും അയക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇതിന്റെ അകത്തൊരു ഒരു ലാക്കുന, ഇതിനകത്തുള്ള ഒരു ഗ്യാപ്പ് കടന്നിരുന്നത് ഈ അസന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് വിത്ത്ഹോൾഡ് ചെയ്യുക എന്നുള്ളതൊന്നും ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടില്ല. ആ ടൈം ഫ്രെയിം ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ ഇന്നത്തെ കണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒപ്പീനിയൻ വേണമെന്ന് ഈ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അസന്റ്, അതായത് സമ്മതം കൊടുക്കാതിരിക്കുക, അനുമതി കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ അതിൽ മന്ത്രിസഭയുടെ അഭിപ്രായം തേടണം. അതിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒപ്പീനിയൻ അനുസരിച്ചാണ് എങ്കിൽ അത് 1 മാസത്തിനുള്ളിൽ, അതല്ല എങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഭിപ്രായത്തിനെതിരാണ്, ഇപ്പൊ പ്രസിഡന്റിന് അയക്കണം എന്നുണ്ടെങ്കിൽ അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒപ്പീനിയൻ എതിരായിട്ടാണ് എങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ. എന്ന് വെച്ചാൽ അവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവർണറുടെ ഏത് നടപടിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡും അഡ്വൈസും അനുസരിച്ചായിരിക്കണം എന്നുള്ള ഭരണഘടനാ തത്വം ഈ കോടതി ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിലുള്ള ചില പ്രത്യേക അധികാരങ്ങൾ അത് വെച്ച് പ്രസിഡന്റിന് അയക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം. ഇതിനൊക്കെ ഇപ്പൊ അസംബ്ലിയിലേക്ക് തിരിച്ചയക്കണമെങ്കിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ അത് തിരിച്ചയക്കണം. ആ ഗ്യാപ്പാണ് അവിടെ ഉണ്ടായത്. ആ ഗ്യാപ്പ് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. കാരണം തലയ്ക്ക് വെളിവുള്ള ഭരണഘടനയോടും നിയമത്തോടും ഒക്കെ മിനിമം ഉത്തരവാദിത്തമുള്ള ആളുകൾ ഗവർണർമാരെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഭരണഘടന എഴുതി വെക്കുന്നത്. ഇതുപോലെ സ്വന്തം രാഷ്ട്രീയം കുത്തിത്തിരുകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഗവർണർമാരായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ പോലും ഇല്ല. ഇന്നിപ്പോ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ, ആ രൂപത്തിലായിരിക്കണം ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത്. ഉടക്കിടാനല്ല, കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് ഗവർണർമാരുടെ പണി എന്നുള്ള കാര്യമൊക്കെ ഇന്ന് സുപ്രീം കോടതി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ അകത്ത് കാണേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് എനിക്ക് തോന്നിയത്, ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്റെ പത്രത്തിൽ ഏകദേശം 1 ഡസൻ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഈ ഒരൊറ്റ വിഷയത്തിൽ. ഈ ഗവർണർമാരുടെ, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാജ്യത്തെ ഗവർണർമാര് നമ്മളുടെ മന്ത്രിസഭകൾക്കെതിരെ നടത്തുന്ന ഈ പണിക്കെതിരെ ഏകദേശം 1 ഡസൻ എഡിറ്റോറിയൽ എന്റെ പത്രത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഏകദേശം അത്ര തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം എന്നുള്ളത്, നമ്മളുടെ ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിന്റെ വളരെ പ്രൊവിഷൻസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ അകത്ത് ഗവർണർ ആയിരിക്കും മുഖ്യ ഭരണാധികാരി എന്ന് പറയുമ്പം ഈ ഗവർണർമാരൊക്കെ വിചാരിക്കുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് ഈ ഗവർണർമാർ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ഗവർണർമാർ എന്ന് പറയുന്നത് നമ്മുടെ 1950 നമ്മൾ പാസ്സാക്കി നമുക്ക് തന്നെ സമർപ്പിച്ച ഭരണഘടന പ്രകാരമുള്ള ഗവർണർമാരാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഗവർണർ ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിനിധിയാണ്. അയാൾക്കാണ് സർവ്വ അധികാരങ്ങളും, അയാളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ അധികാരി അല്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു റിപ്പബ്ലിക്കൻ ഭരണഘടനയുള്ള നമ്മുടെ നാടിന്റെ ഗവർണർ അങ്ങനത്തെ ഒരു കഥാപാത്രമേ അല്ല.
ആ കാര്യം നമ്മളുടെ ഗവർണർമാർ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു 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 ഗതികേട്. ആ കാര്യമാണ് ഇന്ന് ജഡ്ജിമാരും ഈ ഗവർണർമാരെ ഓർപ്പിച്ചത്. നിങ്ങൾ ഭരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരമില്ലാത്ത പണിക്ക് നിങ്ങൾ പോകരുത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ജനങ്ങൾ വരി നിന്ന് തെരഞ്ഞെടുത്ത ക്യൂ നിന്ന് തെരഞ്ഞെടുത്ത മനുഷ്യർ നിശ്ചയിക്കുന്ന പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ, ആ നിയമസഭ പാസ്സാക്കുന്ന നിയമം, ആ നിയമം എന്നുള്ളത് ജനാഭിലാഷത്തിന്റെ പ്രതിഫലനമാണ്. അതിന്റെ പുറത്ത് വീറ്റോ പ്രയോഗിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട്. ഇപ്പം BJP പ്രതിനിധി പറഞ്ഞല്ലോ, അദ്ദേഹം ഏതോ അഴിമതിക്കെതിരെ, അങ്ങനെ ഒന്നും ചെയ്യാനുള്ള ഒരു അധികാരവും ഗവർണർക്ക് ഇല്ല എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഓർക്കുന്നുണ്ട്, ആ വലിയ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ ഒരു വലിയ പ്രസ്താവന നടത്തി. എന്തായിരുന്നു ആ പ്രസ്താവന? കേരളത്തിൽ നടന്ന ബന്ധുത്വ നിയമനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഉടനെ അന്വേഷിക്കുന്നു. അവരൊറ്റ പ്രസ്താവന ഡൽഹി വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്തുകൊണ്ട് കേട്ടിട്ടില്ല? ചാൻസലർ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അധികാരവും ഇല്ല അതിന്റെ പുറത്ത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ബന്ധുക്കളുടെ നിയമനം എന്ന് പറഞ്ഞല്ലോ, ബന്ധുക്കളുടെ നിയമനം ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാം, കോടതി അതിനെ കുറിച്ച് തീരുമാനം എടുക്കും. ഗവർണർക്ക് ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല. ബന്ധുക്കളെ നിയമിച്ചോ സ്വന്തക്കാരെ നിയമിച്ചോ, ഗവർണർക്ക് പരമാവധി ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ യൂണിവേഴ്സിറ്റിയിൽ നടന്നിരിക്കുന്ന ഏത് പേപ്പർ വേണമെങ്കിലും ആ തീരുമാനങ്ങളെ നിരാകരിക്കാം, ആ തീരുമാനങ്ങളെ റദ്ദാക്കാം. ഗവർണർക്ക് അധികാരമുണ്ട്. ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. അതല്ലാതെ അന്വേഷണം നടത്താനും അതിന്റെ പുറത്ത് കുറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളത് ഗവർണറുടെ തോന്നലാണ്. ഇത്തരം തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഭരണത്തിന് ഉടക്കിടുന്ന പരിപാടി ഇന്നത്തെ കൊണ്ട് നിർത്തിക്കുകയാണ്. ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ നമ്മുടെ റിപ്പബ്ലിക്കൻ ഭരണഘടനയുടെ സെലിബ്രേഷൻ, നമ്മുടെ ഫെഡറൽ ഭരണഘടന ഇന്ന് ശരിക്കും ആഘോഷിക്കേണ്ട ദിവസമാണ്. ഈ ഗവർണർ, ജനങ്ങൾ നോക്കും, നമ്മുടെ നാട്ടിലുള്ള 3.5 കോടി മലയാളികൾ തെരഞ്ഞെടുത്ത ഒരു ഏത് സർക്കാരായിക്കോട്ടെ. ഇപ്പൊ ഞാൻ ഒരു BJP പ്രതിയോട് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ വഖഫ് ബില്ല് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ വഖഫ് ബില്ലും നമ്മുടെ ഭരണഘടന 14, 15, 14, 25, 26 അനുച്ഛേദങ്ങളുടെ പിന്നെ ലംഘനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളും പറയും രാഷ്ട്രപതിയോട് ഇതിന് അനുമതി കൊടുക്കരുതെന്ന് പറയും. അതൊക്കെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. പക്ഷേ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലിന്റെ പുറത്ത് രാഷ്ട്രപതി അല്ല തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റാണ് തീരുമാനിക്കുന്നത്. ആ നിയമത്തിനെതിരെ നമുക്ക് കോടതിയിൽ പോകാം, നമുക്ക് ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. പ്രസിഡന്റ് അല്ല അക്കാര്യത്തിൽ തീരുമാനിക്കുന്നത്, പാർലമെന്റിൽ ജനങ്ങളുടെ നമ്മുടെ നാട്ടിന്റെ രാഷ്ട്രീയം അതാണ്. നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം മതന്യൂനപക്ഷങ്ങളെ അരിക്കാക്കാനാണ് എങ്കിൽ അത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിൽ റിഫ്ലക്ട് ചെയ്യും. രാഷ്ട്രപതിക്ക് ചെയ്യാനുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ പുറത്ത് വേണമെങ്കിൽ പാർലമെന്റിനോട് നിങ്ങൾ ഇത് ഒന്നുകൂടി പരിശോധിക്കൂ, ഇന്ന കാര്യങ്ങളുണ്ടല്ലോ എന്ന് ഒരിക്കൽ കൂടി പറയാം. വീണ്ടും പാർലമെന്റ് പാസ്സാക്കിയാൽ അതിന്റെ പുറത്ത് ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഭരണഘടനാപരമായ ധർമ്മം. അതല്ലാതെ അതിന്റെ പുറത്ത് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതല്ല. ജനങ്ങളാണ് അതല്ലെങ്കിൽ ഒന്നുകിൽ കോടതികൾക്ക് നോക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ തിരുത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് 3 കാർഷിക നയവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ എങ്ങനെയാണ് ഇല്ലാണ്ടായത്? ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട്. പ്രസിഡന്റ് അത് ചെയ്തുകൂടാ, ഗവർണർ അത് ചെയ്തുകൂടാ.